Watch India's largest kids library only on Jio Hotstar. Download the app now. പേടരാം സർ, നിങ്ങൾ പെട്ടെന്ന് തന്നെ ലഡ്ഡു സിംഗ് സാറിന്റെ അടുത്ത് ഇൻഫോം ചെയ്യൂ. ഓക്കേ ശിവ. ശിവ 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 ശിവ. എന്തിനാണ് വഴി തടഞ്ഞു നിൽക്കുന്നത്? മര്യാദക്ക് വഴിന്ന് മാറി നിൽക്കേ. എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. Allow me to introduce myself. I am Shiva. നിങ്ങളുടെ ഡ്രൈവിംഗ് കാരണം ആക്സിഡന്റ് ആയി. വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോകൂ. ഞങ്ങള് വന്നില്ലെങ്കിൽ നീ എന്തോ ചെയ്യും? നീ കേട്ടല്ലോ. ചെന്ന് അവനെ ഒന്ന് ശരിയാക്കി കൊടുക്കേ. നീ ഇപ്പൊ ശരിയാക്കാം. എന്റെ അടുത്ത് നിങ്ങളുടെ കളിയൊന്നും നടക്കില്ല. ഞാൻ നിങ്ങളെ പാഠം പഠിപ്പിക്കും. നല്ലോണം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നിന്നെ ഞാൻ എന്നും ഓർമ്മിക്കും. ചിലപ്പോ എനിക്ക് അത്യാവശ്യം വന്നാലോ. എന്റെ പരിധിയിൽ നീ സിഗ്നൽ വെട്ടിച്ചു, എന്നിട്ട് ആക്സിഡന്റ് നടത്തി. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും സിഗ്നൽ വെട്ടിക്കാൻ ശ്രമിച്ചാൽ അവിടെ ഉള്ളവർ പറയും അങ്ങനെ ചെയ്യല്ലേ, അല്ലെങ്കിൽ ലഡ്ഡു സിംഗ് വരുമെന്ന്. പിന്നെ അവർ ഒരിക്കലും സിഗ്നൽ വെട്ടിക്കൂല. അവര് കാർ ഓടിക്കുന്നതന്നെ മതിയാക്കും. ഒരുപാട് സംസാരിക്കുന്നു ഇൻസ്പെക്ടർ. ഞാൻ ബോഡി ബിൽഡറാണ്. ഞാൻ ബോഡി മാത്രമല്ല, ചിലപ്പോ ബിൽഡിങ്ങും ചെയ്യും. അവനാണ് കാർ ഓടിച്ചിരുന്നത്. അവന്റെ പേര് രാധ എന്നാണ്. അവനെ പിടിച്ച് എന്ത് ശിക്ഷ കൊടുക്കണമെങ്കിലും കൊടുത്തോളൂ. പിന്നെ കുട്ടി, നിന്നെ ഞാൻ മറക്കില്ല, കേട്ടല്ലോ. ഞാൻ ബോഡി മാത്രമല്ല, ബിൽഡിങ്ങും ചെയ്യുന്നവനാണ്. പിന്നെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നവന്റെ ഓർമ്മ സിമന്റ് പോലെ ഉറപ്പുള്ളതുമായിരിക്കും. ബോസേ, ഇത് എന്തുവാ ചെയ്ത്? ഞങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചല്ലോ. ഞാൻ ബോഡി മാത്രമല്ല, ബിൽഡിങ്ങും ചെയ്യുന്നവനാണ്. ബോഡി ഉണ്ടാക്കുന്നവന് എടുത്തുചാട്ടം കൂടുതലായിരിക്കും, എന്നാൽ ബിൽഡിംഗ് ഉണ്ടാക്കുന്നവനോ ആലോചിച്ച് ഓരോന്നും ചെയ്യൂ. ബാബു, ടെൻഷൻ കൂടിയ പാളിച്ചകൾ സംഭവിക്കും. എന്റെ ആൾക്കാർ കുടുങ്ങിയാലും തിരിച്ചു വരുമെന്ന് അറിയില്ലേ? എന്നാൽ ഈ നഗരത്തിലുള്ള ഓരോരുത്തരന്മാരും ഈ നഗരം വിട്ടു തന്നെ ഓടാൻ പോവുകയാണ്. എന്ത് ഓരോരുത്തന്മാരും ഓടാൻ പോവുകയാണെന്നോ? എന്നാ അത് എന്തിനാ ബോസ്? നിങ്ങൾക്കറിയോ, ബോഡി ഞാൻ എന്റെ സ്വന്തം വീട്ടിലാണ് ഉണ്ടാക്കുക. എന്നാൽ ഒരു നഗരം ഉണ്ടാക്കുവാനായിട്ട് എനിക്ക് സ്ഥലം ആവശ്യമുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള പെർഫെക്റ്റ് സ്ഥലം.
അതാണിത് വേദ നഗരം. ഇതിന്റെ 4 വശങ്ങളും മലകളാണ്. സമുദ്രവും നദികളും കൂടിച്ചേർന്ന് കിടക്കുകയാണ്. അപൂർവമായ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കിട്ടും. ഇവിടെ ഞാൻ കെട്ടിപ്പടുക്കും എന്റെ ഡ്രീം സിറ്റി. ബോസ് പറഞ്ഞതൊക്കെ ശരി തന്നെ. പക്ഷേ വേദനഗരം മുഴുവൻ എങ്ങനെ നമ്മൾ ഒഴിപ്പിക്കുക? ഭൂതങ്ങളുടെ സഹായത്തോടെ. ഭൂതങ്ങളുടെ സഹായത്തോടെ? അതെ, ഭൂതങ്ങളുടെ സഹായത്തോടെ. ഞാനിപ്പോ കുറച്ച് ഭൂതങ്ങളുമായിട്ട് കൂട്ടുകെട്ടിലാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതാണ് എന്റെ കൂട്ടുകാരൻ സയന്റിസ്റ്റ് ഊജിലാലിന്റെ പുതിയ കണ്ടുപിടുത്തമാണിത്. ബോസേ, അപ്പൊ അത് ശരിക്കുള്ള ഭൂതം അല്ല അല്ലേ? ഞങ്ങള് ശരിക്കും പേടിച്ചു പോയി. ആ, ഈ പേടിയാണ് ഇവിടെയുള്ളവരെ ഓടിപ്പിക്കാൻ പോകുന്നത്. നോക്കിയേ, ഇപ്പൊ നിങ്ങൾ തന്നെ ഇത് കണ്ട് പേടിച്ചില്ലേ? അപ്പൊ സാധാരണ ആൾക്കാരുടെ കാര്യം എന്തായി മാറും? അവരൊക്കെ വലിയ വലിയ വിവരദോഷികളല്ലേ? അവരോരോരുത്തരും പേടിച്ച് ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിപ്പോകും. പിന്നെ അവര് പോയ വഴിക്ക് ഒരു പുല്ല് പോലും മുളയ്ക്കത്തില്ല. ശിവ, ഇതെന്താ പെട്ടെന്നൊരു കുതിരയുടെ കുളമ്പടി ശബ്ദം കേൾക്കുന്നത്? പക്ഷെ രാത്രി ഇത്ര സമയമായല്ലോ. ഈ സമയത്ത് ആരാണ് കുതിര ഓടിക്കുന്നത്? ഭൂതം ഓടിക്കോ, 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 വേഗം ഓടിക്കോ. വളരെ ദുഃഖകരമായ ഒരു കാര്യം, നമ്മുടെ വേദാനഗരം ഇപ്പോൾ ശൂന്യമായി കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഒഴിയുന്നു. ഇപ്പോൾ നഗരത്തിൽ ഭൂതങ്ങളുടെ ശല്യം കൂടിയിരിക്കുകയാണ്. ഇവ ആരൊക്കെയാണ്, എവിടെ നിന്ന് വരുന്നെന്ന് ആർക്കും അറിയില്ല. ലഡ്ഡു സിംഗ് സാറേ, ഭൂതങ്ങളെ പേടിച്ച് നമ്മുടെ വേദാനഗരത്തിൽ നിന്നും ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഭൂതങ്ങളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ. എന്റെ പരിധിയിൽ ഭൂതമോ? എന്റെ പരിധിയിൽ ഭൂതമോ? ഒരിക്കലും അത് സംഭവിക്കില്ല. ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ എവിടെയെങ്കിലും ഭൂതം വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും പെട്ടെന്ന് സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. ഭൂതം അപ്പൊ തന്നെ അവിടുത്തെ പേടിച്ച് ഓടും. ഇപ്പൊ സംഭവിച്ചത് ലഡ്ഡു സിംഗ് അവിടെ വന്നില്ല, അതുകൊണ്ട് ഭൂതം അവിടുന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും കഥ? വിഷമിക്കണ്ട, ഇന്ന് രാത്രി നിന്റെ പോലീസ് സ്റ്റേഷനിൽ ഭൂതം വന്നോളും. എന്നിട്ട് കാണാം എന്താ ചെയ്യാൻ പോകുന്നെന്ന് ലഡ്ഡു സിംഗ്. ഇത് ഏതോ ഒരു അജ്ഞാതന്റെ കളിയാ. ഈ വേദനഗരം മുഴുവനും ശൂന്യമാക്കാൻ ശ്രമിക്കുന്നു. കണ്ടോ നമ്മുടെ ഡോഗ് എത്രമാത്രം പേടിച്ചിരിക്കുന്നെന്ന്. ഇവൻ ആദ്യമായിട്ടാണ് നമ്മളുടെ ഒപ്പം മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നത്. ഇതൊന്നും ഭൂതമല്ല, ഏലിയനാണ്. ശരിക്കും ഭൂതത്തിനെ പോലെ തോന്നുന്നേ ഉള്ളൂ. എന്റെ മമ്മിയും പപ്പയും വേദാനഗരത്തിൽ നിന്ന് പോവാൻ തീരുമാനിക്കുകയാ. ഈ വേദനഗരം നമ്മുടേത് മാത്രമാണ്. ഇവിടെ നിന്ന് ആർക്കും ഓടിക്കാനാവില്ല. ഇന്ന് രാത്രി ഭൂതത്തിന്റെ യഥാർത്ഥ രൂപം എല്ലാരെയും കാണിക്കണം. വരൂ, നമുക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം.
ശരി, അപ്പൊ നഗരത്തിൽ ഭൂതം വന്നിട്ടുണ്ടല്ലേ? ഏയ്, അതിനെ പിടിക്കണം ഇപ്പൊ തന്നെ. അതിനെ ഇൻസ്പെക്ടർ, ഗുഡ് ഈവനിങ്. എന്റെ കുതിര കാണാതെ പോയി, അതിനെ അന്വേഷിച്ചു തരുമോ? കുതിര പുറത്ത് പോകുന്ന ഭൂതം എന്റെ കൂട്ടുകാരനാണ്. വേഗം റിപ്പോർട്ട് എഴുതൂ. എങ്ങനെ ഞാൻ എഴുതും? എന്റെ കയ്യെ കിടന്നങ്ങനെ വിറയ്ക്കാണല്ലോ, എഴുതാൻ പറ്റുന്നില്ല. ഹായ്, ഞാൻ നിന്നെ കുറെ നേരമായി അന്വേഷിക്കുന്നു. ഈ ഇൻസ്പെക്ടർ നല്ലവനാ. നമുക്ക് ഇവനെ ഭൂതത്തിന്റെ നാട്ടിലേക്കൊന്ന് കൊണ്ടുപോയാലോ? എനിക്കൊന്നും നിന്നെ പേടിയില്ല. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ വന്ന് പിടിക്ക്. റെഡി ആയിട്ട് നിന്നോ, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ റെഡിയാണ്. അത് ഭൂതല്ലേ, ഭൂതത്തിന്റെ രൂപത്തിൽ മനുഷ്യനാ. ജനപദ ഏലിയൻസ് ആയിരിക്കും. ഏലിയൻസിന് പരിക്ക് പറ്റിയാലും അതിങ്ങനെ ശബ്ദം ഉണ്ടാക്കും. ഒന്ന് മതിയാക്കിയോടി. എപ്പോ നോക്കിയാലും പേടിപ്പിക്കാനുള്ള വഴി കണ്ടുപിടിച്ചോണ്ടിരിക്കുക. നീ ശരിക്കുള്ളതല്ല, നീ വ്യാജമാണ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ വന്ന് പിടിക്ക്. എന്റെ അടുത്ത് നീ എങ്ങനെ രക്ഷപ്പെട്ടു പോകാം കുട്ടി? ബാറ്ററി തീർന്നാണ് തോന്നുന്നു. പെട്ടെന്ന് പോയേ പറ്റൂ. ഈ കുട്ടികൾക്ക് ഭൂതമെന്ന് വെച്ച പേടിയില്ലെന്ന് തോന്നുന്നു. ധൈര്യം തന്നെ. എത്രയും പെട്ടെന്ന് ബോസിനെ അറിയിക്കണം. ആ ഭൂതങ്ങളെ വെട്ടിച്ച് ഇന്ന് നമ്മൾ ജയിച്ചു. പക്ഷെ അവര് വീണ്ടും വരും. ഇനി നമ്മൾ മുൻകരുതലോടെ അവരെ ഏറ്റുമുട്ടണം. ഞാൻ ബോഡി മാത്രമല്ല ബിൽഡിംഗും ചെയ്യുന്നവനാണ്. പക്ഷെ നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു കുട്ടിയെ പേടിപ്പിക്കാൻ പറ്റില്ലല്ലോ. നാണക്കേട് തോന്നുന്നു എനിക്ക്. ഈ ചൂലും കൊണ്ട് നടക്കുന്നവളല്ലേ, ഒരു ചൂലും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ബോസേ, ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ശ്രമിച്ചതാ. പക്ഷെ ആ കുട്ടി പേടിക്കുന്നില്ല. ഞങ്ങൾ എന്താ ചെയ്യാ? അവനെ പേടിപ്പിച്ചേ പറ്റൂ. അഥവാ അവൻ പേടിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് ഓടിപ്പോയവരൊക്കെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ആ കുട്ടിയുടെ കഥ ഇന്ന് രാത്രി കൊണ്ട് അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ ഈ വേദാ നഗരത്തിൽ ഡ്രീം സിറ്റി ആക്കുന്ന എന്റെ ഈ സ്വപ്നം വെറും കുമിളകളായി മാറിപ്പോകും. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്?
ഇന്നലെ രാത്രിയോ? ഇന്നലെ രാത്രി ഞാൻ ആ ഭൂതത്തിനെ ശരിക്കിട്ടൊന്നും വരട്ടിയില്ല. അതിനെ കുറിച്ച് എന്നോട് കൂടുതൽ ചോദിക്കേണ്ട കാര്യമില്ല. പെടറാം, ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഒരു ഭയങ്കര ഭൂതം ഒരു ചൂലിന്റെ മീതെ പറന്നിട്ട് വന്നു. എന്നിട്ട് സാറിന്റെ പാന്റ് കത്ത്. പെടറാം, ഒന്ന് മതിയാക്ക്. നീ എപ്പോ നോക്കിയാലും വെറുതെ ഓരോ മണ്ടത്തരം വിളിച്ചു പറയും. യെസ്, ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു ഭൂതം കുതിരയിൽ വന്നു. അതിനോടൊപ്പം വേറൊരു ഭൂതം ഒരു ചൂലിന്റെ മീതെ പറന്നു വന്നു ഞങ്ങളെ പേടിപ്പിക്കാൻ. ഈ രണ്ട് ഭൂതങ്ങളെ കണ്ടപ്പോ ഞാൻ വെറുതെ ഇരിക്കോ, എനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ഞാൻ അപ്പൊ തന്നെ അവരോട് പറഞ്ഞു, മര്യാദക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് സ്റ്റാൻഡ് വിട്ടോന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ കയ്യിന്റെ ചൂടറിയുന്നു. അവരപ്പോ ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ രണ്ടാൾക്ക് ഓരോന്നോട് കൊടുത്തു. അപ്പൊ തന്നെ ആ രണ്ട് ഭൂതങ്ങളും കാറ്റിലിങ്ങനെ പറക്കാൻ തുടങ്ങിയില്ലേ. എന്റെ തല്ലുകൊണ്ടതും അവര് കിടന്ന് വിറക്കിയായിരുന്നു. സത്യാണോ? പിന്നെ ഞാൻ പറഞ്ഞത് സത്യമല്ലേ, അല്ലാതെ നുണയാണോ? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ, നഗ്ന സത്യമാണ്. പിന്നെന്താ സംഭവിച്ചേ? പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വിട്ടോ വിട്ടോ, എപ്പോ നോക്കിയാലും ഒരു മൈക്കും ക്യാമറ എടുത്തോണ്ട് വരും ഇന്റർവ്യൂ എടുക്കാൻ. നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ? പോകുന്നുണ്ടോ? ലഡു സിംഗ് സർ, ഇന്ന് രാത്രി അവർ വീണ്ടും വരും. നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിനെന്താ ശിവ, ഞാൻ എന്തായാലും നിങ്ങളെ സഹായിക്കാം. ഈ വേദ സിറ്റിക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യും. ഇന്ന് രാത്രി നിങ്ങൾ ഭൂതങ്ങളെ ഓടിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ വേദാനഗരം നിങ്ങളുടെ കൂടെ കാണും. ലൈവ് ടെലികാസ്റ്റ് ടിവിയിലും ഉണ്ടാകും. എല്ലാരും അത് കാണുകയും ചെയ്യും. നിങ്ങൾ റെഡിയല്ലേ? ആ ഭൂതങ്ങൾ കൂട്ടമായി വരുന്നുണ്ട്. ഞങ്ങൾ റെഡിയാണ്. ലഡു സിംഗ് സർ റെഡിയല്ലേ? ദാ അവർ എത്തിക്കഴിഞ്ഞു. ഞാൻ അപ്പൊ തന്നെ തയ്യാറായിട്ടിരിക്കുകയാണ്. പക്ഷേ 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 എന്റെ ശരീരം വഴങ്ങുന്നില്ല. എന്റെ ശരീരം കിടന്നിങ്ങനെ കറക്കിയാണ്. ഓക്കേ, ഞാൻ അവരെ അവിടെ എത്തിക്കാം. ഈ ചെറുക്കനെ എന്തുകൊണ്ടാണ് അവൻ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇവനെ ആരെയും ഒന്നിനും പേടിയില്ല. അതാ ആ ചെറുക്കൻ അവിടെ നിൽക്കുന്നു. ഇന്ന് അവനെ രക്ഷപ്പെട്ടു പോവാൻ സമ്മതിക്കരുത്. ഇത് നമ്മുടെ ശിവയാണല്ലോ. ആദ്യം കള്ളന്മാരായിട്ടായിരുന്നു തല്ലുപിടുത്തം. ദേ ഇപ്പൊ ഭൂതങ്ങളായിട്ടാ തല്ലുപിടിക്കാൻ പോകുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് അവനെ തടയാത്തത്? പക്ഷെ ഈ ഭൂതം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നോക്കിക്കോ, ശിവ അവനെ എങ്ങനെ നേരിടുമെന്ന്. ലഡു സിംഗ് സർ, വരൂ. ശരി. എന്റെ പരിധിയിൽ കള്ളനോ? അത് ശരി. അപ്പൊ നീയും ഇവരോടൊപ്പം ഉണ്ടായിരുന്നുല്ലേ? ഞാൻ ബോഡി മാത്രമല്ല ബിൽഡിങ്ങും ചെയ്യുന്നവനാണ്. ഇന്ന് ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. പിന്നെ ഒരിക്കലും നീ എന്റെ ജോലിയിൽ ഒരു കരടാവില്ല.
വ്യാജഭൂതമേ, ഒന്നാ മുഖം കാണിക്ക്. എനിക്കറിയാം നിങ്ങൾ ഭൂതമല്ല എന്ന്. നീ എന്റെ എല്ലാ പ്ലാനുകളും കോഞ്ഞാട്ടയാക്കി. കുട്ടി, ഇന്ന് നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല, നോക്കിക്കോ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ഈ നഗരം എന്റേതാണ്. ഇവിടെയുള്ള ആളുകളെയൊക്കെ ഒഴിപ്പിച്ച് ഇവിടം ഒരു വലിയ മോഡേൺ സ്മാർട്ട് സിറ്റി ആക്കാനായിരുന്നു എന്റെ പ്ലാൻ. പക്ഷേ നീ ഒരുത്തൻ അതൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. പകരം ഇന്ന് നിന്നെ ഞാൻ നശിപ്പിക്കുന്നതാണ്. കിട്ടിയതൊക്കെ മതിയായോ? മതിയാക്ക്, മതിയാക്ക്, മതി. ഇൻസ്പെക്ടർ, നോക്കിയിരിക്കാതെ വേഗം ഒന്ന് അറസ്റ്റ് ചെയ്യ്. നമുക്ക് പോകാം. ജയിലിലിരുന്ന് ബോഡി ബിൽഡിംഗ് നടത്താം. ബിൽഡിംഗ് പണിയൊക്കെ നമുക്ക് ജയിലിനകത്തിരുന്ന് പഠിക്കാം. വന്നേ. ശിവ ഉള്ളത് കൊണ്ട് ഇന്ന് ഈ വേദാനഗരം രക്ഷപ്പെട്ടിരിക്കുകയാണ്. ശിവ എങ്ങനെയാണ് രക്ഷിച്ചതെന്നത് കാണുവാനായി ഇന്ന് രാത്രി 8:30 നിങ്ങൾ നേരിട്ട് തയ്യാറായിക്കോളൂ. Watch India's largest kids library only on Jio Hotstar. Download the app now.